ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിന്റെ ഫസ്റ്റ് ചാപ്റ്ററായ എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ്, റിട്ടൺ ബൈ ഗബ്രിയൽ ഗാർഷ്യ മാർക്യൂസ്. ഗബ്രിയൽ ഗാർഷ്യ മാർക്യൂസ് 20th സെഞ്ചുറിയിലെ കൊളംബിയൻ നോവലിസ്റ്റ് ആണ്. ഇദ്ദേഹത്തിന് 1982 നോബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ നോട്ടബിൾ വർക്ക്സ് ആണ് ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ, നോ വൺ റൈറ്റ്സ് ടു ദ കേണൽ, 100 years of solitude. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഈ ഒരു ഷോർട്ട് സ്റ്റോറി മാജിക്കൽ റിയലിസത്തിനകത്ത് വരുന്നതാണ്. മാജിക്കൽ റിയലിസം എന്ന് പറഞ്ഞാൽ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ഒരു സൂപ്പർ നാച്ചുറൽ ഇലമെന്റ്സിനെ കൂടി ആഡ് ചെയ്തിട്ടുള്ള രീതിയിൽ എഴുതുന്ന കഥകളെയാണ് നമ്മൾ മാജിക്കൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റോറീസ് എന്ന് പറയുന്നത്. സോ മാജിക്കൽ റിയലിസം ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഷോർട്ട് സ്റ്റോറി നടക്കുന്നത് ഒരു ബീച്ചിനടുത്തുള്ള ഒരു വീട്ടിലാണ്. ഇതിലെ സെൻട്രൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് പെലായോ, അദ്ദേഹത്തിന്റെ വൈഫായിട്ടുള്ള എലിസൻഡ, അവരുടെ സിക്ക് ആയിട്ടുള്ള ചൈൽഡ്, ഇങ്ങനെ 3 പേരാണ് മേജർ ക്യാരക്ടേഴ്സ്. പിന്നെ ഇതില് എടുത്തു പറയേണ്ട മറ്റൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് ആൻ ഓൾഡ് മാൻ, ഒരു വയസ്സായ ആളാണ്. അദ്ദേഹത്തിന് ഒരു സൂപ്പർ നാച്ചുറൽ ക്വാളിറ്റി ആണുള്ളത്. അത് നമുക്ക് ഈ ഒരു ഷോർട്ട് സ്റ്റോറി പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദ ലൈറ്റ് വാസ് വീക്ക് ഈവൻ അറ്റ് noon. ഉച്ച സമയമായിരുന്നിട്ടും ദ ലൈറ്റ് വാസ് വീക്ക്, വെളിച്ചത്തിന് ശക്തി പോരായിരുന്നു. വെൻ പെലായോ വാസ് കമ്മിങ് ബാക്ക് ടു ദ ഹൗസ്, ഇറ്റ് വാസ് ഹാർഡ് ഫോർ ഹിം ടു സീ വാട്ട് വാസ് മൂവിംഗ് ആൻഡ് ഗ്രോണിംഗ് ഇൻ ദ റിയർ ഓഫ് ദി കോർട്ട്യാർഡ്. വെൻ പെലായോ വാസ് കമ്മിങ് ബാക്ക് ടു ദ ഹൗസ്, പെലായോ ആണ് ഇതിനകത്ത് സെൻട്രൽ ക്യാരക്ടർ അല്ലേ. അപ്പൊ പെലായോ നമ്മുടെ ഈ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ഇറ്റ് വാസ് ഹാർഡ് ഫോർ ഹിം ടു സീ, അദ്ദേഹത്തിന് എന്തോ കാണാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ കാണാൻ പ്രയാസമായ ഒരു കാര്യം അവിടെ ഉണ്ടായി. വാട്ട് വാസ് മൂവിങ് ആൻഡ് ഗ്രോണിംഗ് ഇൻ ദ റെയർ ഓഫ് ദി കോർട്ട്യാർഡ്, അദ്ദേഹത്തിന്റെ പറമ്പിന്റെ പുറകുവശത്തായിട്ട്, കോർട്ട്യാർഡ് മീൻസ് പറമ്പ്, മുറ്റം എന്നൊക്കെ മീനിങ് ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു പറമ്പിന്റെ പുറകുവശത്തായിട്ട് എന്തോ അനങ്ങുന്നതായിട്ടും, ഗ്രോണിംഗ് എന്ന് പറഞ്ഞാല് മുരളുന്നതായിട്ടും അദ്ദേഹത്തിന് തോന്നി. പക്ഷെ അതെന്താണ് എന്ന് കാണാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. സോ he had to go very close to see that it was an old man. അദ്ദേഹം അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി അടുത്തേക്ക് പോയി നോക്കി. അതെന്താണ് അവിടെ അനങ്ങുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെന്നു. ഇറ്റ് വാസ് an old man. അതെന്തായിരുന്നു? ഒരു ഓൾഡ് മാൻ ആയിരുന്നു, ഒരു വൃദ്ധനായ മനുഷ്യനായിരുന്നു. എ വെരി ഓൾഡ് മാൻ, വളരെ വയസ്സായ, വളരെ പ്രായം ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. The man was lying face down in the mud. ആ ഓൾഡ് മാൻ എങ്ങനെയാണ് ഇവിടെ കിടക്കുന്നത്? മണ്ണിലേക്ക് മുഖം വെച്ചിട്ട് കമിഴ്ന്ന് കിടക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മുടെ പെലായോ കാണുന്നത്. ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് ട്രമൻഡസ് എഫേർട്സ് ദ മാൻ couldn't get up. ആ മനുഷ്യൻ എഴുന്നേക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ട്രമൻഡസ് മീൻസ് ഭയങ്കരമായ, അദ്ദേഹം വളരെ പ്രയാസപ്പെട്ട് എഴുന്നേക്കാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ അത്തരം ട്രമൻഡസ് ആയിട്ടുള്ള എഫേർട്സ് എടുക്കാൻ അദ്ദേഹം തുനിയുന്നു. പക്ഷെ അദ്ദേഹത്തിന് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. ഒന്ന് എഴുന്നേക്കാൻ പോലും അദ്ദേഹത്തിന് സാധിക്കാത്ത വിധം അദ്ദേഹം മണ്ണിൽ കമിഴ്ന്ന് കിടക്കുകയാണ്. ആൻഡ് ഇംപെഡഡ് ബൈ ഹിസ് ഇനോമസ് വിങ്സ്, ബിക്കോസ് അദ്ദേഹത്തിന് ഒരു തടസ്സം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ തടസ്സം? അദ്ദേഹം മണ്ണിൽ പുതഞ്ഞു കിടന്നിട്ട് എഴുന്നേക്കാൻ ഒരു പ്രയാസമുണ്ടായി, അതിനൊരു തടസ്സമുണ്ടായിരുന്നു. ഇംപെഡഡ് മീൻസ് തടസ്സം. എന്തായിരുന്നു ആ തടസ്സം? ബൈ ഹിസ് ഇനോമസ് വിങ്സ്, അദ്ദേഹത്തിന് വളരെ വിശാലമായ ചിറകുകൾ ഉണ്ടായിരുന്നു. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് തന്നെ മനസ്സിലാകാൻ സാധിക്കുന്നത് ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണല്ലേ, ഒരു മനുഷ്യന് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത്. അപ്പോ ഇനോമസ് ആയിട്ടുള്ള ആ വിങ്സ് കാരണം അദ്ദേഹത്തിന് എഴുന്നേക്കാനേ സാധിച്ചില്ല. ഫ്രൈറ്റൻഡ് ബൈ ദ സൈറ്റ്, പെലായോ റാൻ ടു ഗെറ്റ് എലിസൻഡ. ഇത് കണ്ട് പേടിച്ച് പെലായോ എങ്ങോട്ടേക്ക് ഓടി? എലിസൻഡയുടെ അടുത്തേക്ക് ഓടി. എലിസൻഡയാണ് അദ്ദേഹത്തിന്റെ വൈഫ്. എലിസൻഡ ഹിസ് വൈഫ്, ഷി വാസ് പുട്ടിംഗ് കംപ്രസസ് ഓൺ ദെയർ സിക്ക് ചൈൽഡ്. അവൾ എന്തെടുക്കുകയായിരുന്നു അവിടെ? അവള് അവളുടെ വയ്യാത്ത കുട്ടിക്ക് കംപ്രസസ് കൊടുക്കുകയായിരുന്നു. കംപ്രസസ് എന്ന് പറഞ്ഞാല് നമ്മൾ പനിയൊക്കെ പിടിച്ച് കിടക്കുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു തുണിയിൽ വെള്ളം മുക്കിയിട്ട് നമ്മുടെ നെറ്റിയിലൊക്കെ വെച്ച് അമ്മമാരിങ്ങനെ വെച്ച് തരാറുണ്ടല്ലേ. അപ്പം അത്തരം ആ ഒരു ശുശ്രൂഷയാണ് നമ്മൾ ഇവിടെ കംപ്രസസ് എന്ന് പറയുന്നത്. കംപ്രസസ് ഓൺ ദെയർ സിക്ക് ചൈൽഡ്. ഓക്കെ, അവൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ പെലായോ പേടിച്ചിട്ട് ഓടി എലിസൻഡയുടെ അടുത്തേക്ക് പോയി ഈ കാര്യങ്ങൾ അത്രയും പറയുന്നത്. ഓക്കെ.
He took her to the rear of the courtyard. They both looked at the fallen body. അങ്ങനെ he took her to the rear of the courtyard. അങ്ങനെ നമ്മുടെ പെലായോ നമ്മുടെ എലിസന്റെയും വിളിച്ചുകൊണ്ട് കോർട്ട്യാർഡിന് പിറകിലേക്ക് പോയി. They both looked at the fallen body. അവിടെ കിടക്കുന്ന ആ ഒരു ബോഡി അദ്ദേഹം കാണിച്ചു കൊടുത്തു. അവർ രണ്ടുപേരും അതിലേക്ക് നോക്കി. The man was dressed like a rag picker. ആൻ ഓൾഡ് മാനിനെ കുറിച്ചാണ് പറയുന്നത്. ഓൾഡ് മാൻ എങ്ങനെയാണ് ഡ്രസ് ധരിച്ചിരിക്കുന്നത്? ലൈക്ക് റാഗ് പിക്കർ. റാഗ് പിക്കർ എന്ന് പറഞ്ഞാൽ ഈ പഴന്തുണിയൊക്കെ ശേഖരിക്കാനായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ വരത്തില്ലേ, അത്തരം ആൾക്കാരെ പോലെ ഡ്രസ് ചെയ്തിരിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് അവർക്ക് മനസ്സിലായി. There were only a few faded hairs left on his bald skull and very few teeth in his mouth. അദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹം റാഗ് പിക്കറിനെ പോലെയുള്ളൊരു ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഹെയർസ് ഒക്കെ, മുടിയൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാൾഡ് സ്കള്ളാണ്. ബാൾഡ് സ്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കഷണ്ടി ആയിട്ടുള്ള ഒരു തലയാണ് അദ്ദേഹത്തിന് ഉള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ടീത്ത് ഒക്കെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. His pitiful condition seemed that of a drenched great grandfather. അദ്ദേഹത്തിന്റെ ഈ ദയനീയ അവസ്ഥ കണ്ടാൽ ആർക്കും തോന്നും എന്ത്? അദ്ദേഹം ഒരു ഡ്രഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആണെന്ന്. ഒരു നനഞ്ഞു കുതിർന്ന, മഴയത്താണ് വന്നത്, അപ്പൊ നനഞ്ഞു കുതിർന്ന ഒരു മുതുമുത്തച്ഛനെ പോലെ അദ്ദേഹത്തിനെ ഫീൽ ചെയ്തു ആൾക്കാർക്ക്. This took away any sense of grandeur he might have had. ചിലപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു മഹത്വം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു മഹാനായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ ഒരു കോലം കണ്ടിട്ട് ആർക്കും തോന്നില്ല അദ്ദേഹം ഒരു മഹാനായ മനുഷ്യനാണെന്ന് തോന്നില്ല. ഓക്കെ, ഹ്യൂജ് ബസാർഡ് വിങ്സ്, ഡേർട്ടി ആൻഡ് ഹാഫ് പ്ലക്ഡ്. ഇനി അദ്ദേഹത്തിന് 2 ഇനോമസ് ആയിട്ടുള്ള വിങ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് ആ ഒരു ഹ്യൂജ് ബസാർഡ് വിങ്സ് എന്നാണ് ഇവിടെ കഥാകൃത്ത് പറയുന്നത്. ഹ്യൂജ് ബസാർഡ് വിങ്സ് എന്ന് പറഞ്ഞാല്, ബസാർഡ് മീൻസ് കഴുകൻ, കഴുകന്റെ പോലെയുള്ള വലിയ ചിറകുകളാണ് അദ്ദേഹത്തിന് ഉള്ളത്. അതെങ്ങനെയാണ്? ഡേർട്ടി ആൻഡ് ഹാഫ് പ്ലക്ഡ്, വളരെ വൃത്തിഹീനമായതും പകുതി ഭാഗം വരെ പറിച്ചു കളഞ്ഞതുമായിട്ടുള്ള, അതായത് അദ്ദേഹത്തിന്റെ ആ ഒരു ചിറകുകൾ ആരോ വലിച്ചു പിഴുത് കളഞ്ഞതുപോലെ കുറച്ച് ഭാഗങ്ങളായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. വേറെ എൻറ്റാങ്കിൾഡ് ഇൻ ദ മഡ്, അത് അദ്ദേഹം മണ്ണിൽ വീണ സമയത്ത് എന്ത് ചെയ്തു? ആ മഡ് എന്ന് പറഞ്ഞാൽ ചെളിയാണല്ലേ, അപ്പൊ ചെളിയിൽ എന്ത് ചെയ്തു? എൻറ്റാങ്കിൾഡ് ചെയ്തു, ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കെട്ട് പിണർന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അങ്ങനെ കിടക്കുകയാണ്. They looked at him so long and so closely that Pelayo and Elisenda very soon overcame their surprise. അവർക്കത് ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു. അവർ ആദ്യം കരുതിയത് എന്താണ്? ഒരു ഓൾഡ് മാൻ ആണെന്നാണ് കരുതിയത്. പിന്നീടാണ് ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായത് ഒരു നോർമസ് വിങ് ഉള്ള ഒരു മനുഷ്യനാണെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് വളരെ സർപ്രൈസ് ആയിട്ട്, വളരെ ക്ലോസ് ആയിട്ട് അവർ രണ്ടുപേരും, പെലായോയും എലിസന്റെയും ആ മാനിനെ വാച്ച് ചെയ്തു. ഇൻ ദ എൻഡ് ദേ ഫൗണ്ട് ഹിം ഫെമിലിയർ. അവസാനം കൂടുതൽ അവർക്ക് അദ്ദേഹത്തെ കൂടുതൽ ഫെമിലിയർ ആയിട്ട് മാറി. അദ്ദേഹത്തിനെ അവർ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ആദ്യം അവർ കരുതിയത് ഒരു മനുഷ്യനാണെന്ന്, പിന്നെ അവർക്ക് ആ ഇനോമസ് വിങ്സ് കണ്ടപ്പോൾ മനസ്സിലായി എന്തോ പ്രത്യേകത ഇദ്ദേഹത്തിനുണ്ട്. അപ്പൊ അവർ ആദ്യം ഒന്ന് പേടിക്കുകയൊക്കെ ചെയ്തായിരുന്നല്ലേ. പിന്നീട് അവർക്ക് അതൊരു ഫെമിലിയർ ആയിട്ട് മാറി. Then they dared speak to him. അങ്ങനെ അവർ ധൈര്യം സംഭരിച്ച് അദ്ദേഹത്തോട് സംസാരിക്കാനായി തുടങ്ങി. He answered in an incomprehensible dialect with a strong sailor's voice. ഒരു കപ്പൽ യാത്രക്കാരനെ പോലെ, അതുപോലെയാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെയായിരുന്നു? ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്റ്റ് ആയിരുന്നു. നമുക്കൊന്നും മനസ്സിലാക്കി എടുക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു ഭാഷയായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത്. They concluded that he was a lonely castaway from some foreign ship wrecked by the storm. അങ്ങനെ അവരൊരു നിഗമനത്തിലെത്തി. എന്താണ് ആ നിഗമനം? പെലായോയും എലിസന്റെയും കൂടി അദ്ദേഹത്തിനോട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് മനസ്സിലാകാത്തൊരു ഭാഷയാണ് തിരിച്ച് റിപ്ലൈ ആയിട്ട് കിട്ടിയത്. അപ്പൊ അവര് ഒരു തീരുമാനത്തിലെത്തി, അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലെത്തി. ഇദ്ദേഹം ഏതോ വലിയ കൊടുങ്കാറ്റടിച്ച് ഒരു ഷിപ്പ് തകർന്നിട്ട് അങ്ങനെ നമ്മുടെ ഈ ഒരു ബീച്ചിനടുത്ത് വന്ന് എത്തിപ്പെട്ട, കാസ്റ്റവേ എന്ന് പറഞ്ഞാല് ഈ തീരദേശത്തേക്ക് എത്തപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് അവർക്ക് തോന്നി. Then they called in a neighbor woman to see him. അങ്ങനെ അവർ അത്രയും പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഒരു നെയ്ബർ എന്ന് പറഞ്ഞാൽ അറിയാലോ, അയൽവാസിയാണ്. അപ്പൊ അയൽവാസിയായ സ്ത്രീയെ വിളിച്ചുകൊണ്ടുവന്ന് ഇദ്ദേഹത്തെ കാണിച്ചു. All she needed was one look to show them their mistake. ഒറ്റ തവണ ആ സ്ത്രീ ഇദ്ദേഹത്തെ നോക്കിയതേ ഉള്ളൂ, അവർക്ക് ഒരു കാര്യം പിടികിട്ടി. കാര്യം, നമ്മുടെ പെലായോ എലിസന്റെയും ധരിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം മിസ്റ്റേക്ക് ആണ്.
ഇവർ വിചാരിക്കുന്നത് പോലെ ഒരാളേ അല്ല ആ കിടക്കുന്ന മനുഷ്യൻ. ഹീസ് ആൻ ഏഞ്ചൽ, ഷീ ടോൾഡ് ദം. അവൾ എന്താ മനസ്സിലാക്കിയത്? ഹീസ് ആൻ ഏഞ്ചൽ, അദ്ദേഹം ഒരു ഏഞ്ചൽ, മാലാഖയാണെന്ന് ആ നെയ്ബർ ആയിട്ടുള്ള സ്ത്രീ ഇവരോട് പറഞ്ഞു, ഈ കപ്പിൾസിനോട് പറഞ്ഞു. He must have been coming for the child, but the poor fellow is so old that the rain knocked him down. എന്നിട്ട് അവള് വേറൊരു കാര്യം കൂടി പറയാണ്, he's an angel, അദ്ദേഹം ഒരു മാലാഖയാണ്, ഇദ്ദേഹം തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണ്? നിങ്ങളുടെ ഈ വയ്യാത്ത കുട്ടിയെ ചികിത്സിക്കാൻ, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഇദ്ദേഹം വന്ന് എത്തിയിരിക്കുന്നത്. But the poor fellow is so old that the rain knocked him down. പക്ഷേ ഈ മാലാഖയ്ക്ക് എന്ത് പറ്റി? ഈ മാലാഖ വളരെ പൂവർ ഫെലോയാണ് അല്ലെ, വളരെ അദ്ദേഹം വീക്കാണ്, അദ്ദേഹത്തിന്റെ ബോഡിയൊക്കെ വളരെ വീക്കായി ഓൾഡ് ആയിട്ടുള്ള ഒരു ഏഞ്ചലാണ്. ഇദ്ദേഹം അത്രയും ഓൾഡും വീക്കും ആയതുകൊണ്ടാണ് ഈ മഴ എന്ത് ചെയ്തത്? ഇദ്ദേഹത്തിനെ തട്ടി താഴെ ഇട്ടത് എന്നൊരു നിഗമനം ആര് പറയുന്നു അവിടെ? നെയ്ബർ ആയിട്ടുള്ള സ്ത്രീ പറയുന്നുണ്ട്. നെക്സ്റ്റ് പാരഗ്രാഫ്. ഓൺ ദ following day everyone knew that a flesh and blood angel was held captive in Pelayo's house. അങ്ങനെ പിറ്റേ ദിവസമായപ്പോ അവിടെയുള്ള കുറച്ച് ആൾക്കാർ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നല്ല രക്തവും മാംസവുമുള്ള, ഫ്ലഷ് മീൻസ് മാംസം, രക്തവും മാംസവുമുള്ള ഒരു മാലാഖ പെലായുടെ ഹൗസിൽ ക്യാപ്റ്റീവ് ആയിട്ടുണ്ടെന്ന്. ക്യാപ്റ്റീവ് എന്ന് പറഞ്ഞാൽ ബന്ധിച്ചിട്ടുണ്ട്. പെലായുടെ വീട്ടില് ഇങ്ങനെ രക്തവും മാംസവും ഉള്ള ഒരു മാലാഖയെ ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നൊരു അറിവ് അവിടെയെല്ലാം പകർന്നു. ആ ഒരു ന്യൂസ് അവിടെ എല്ലാം സ്പ്രെഡായി. പെലായോ വാച്ച്ഡ് ഓവർ ഹിം ഓൾ ആഫ്റ്റർനൂൺ ഫ്രം ദി കിച്ചൺ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം എന്ത് ചെയ്തു? ഓൾ ആഫ്റ്റർനൂൺ ഫ്രം ദി കിച്ചണിൽ നിന്നുകൊണ്ട് പെലായോ ഇദ്ദേഹത്തെ വാച്ച് ചെയ്യാറുണ്ട്. ആരെയാണ്? നമ്മുടെ ഓൾഡ് മാന്. ആംഡ് വിത്ത് ഹിസ് ബെയിലിഫ്സ് ക്ലബ്ബ്. എന്നിട്ട് ഇദ്ദേഹത്തിന്റെ കയ്യിൽ എന്തുണ്ട്? ഒരു ബെയിലിഫ്സ് ക്ലബ്ബ് ഉണ്ട്. ക്ലബ്ബ് മീൻസ് ലാത്തി അല്ലെങ്കിൽ വടി എന്നാണ് മീനിങ്. ബെയിലിഫ്സ് എന്ന് പറഞ്ഞാൽ കോടതിയിലെ ഉദ്യോഗസ്ഥൻ. അപ്പൊ നമ്മുടെ പെലായ ഒരു കോടതിയിലെ ഉദ്യോഗസ്ഥനായിരിക്കാം, അതുകൊണ്ടാണല്ലോ ബെയിലിഫ്സ് ക്ലബ്ബ് അദ്ദേഹത്തിന്റെ കയ്യിൽ വന്നത്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് അത് അദ്ദേഹം ഒരു ധൈര്യത്തിന് വെച്ചിരിക്കുകയാണ്. ആ ബെയിലിഫ്സ് ക്ലബ്ബും കയ്യിൽ പിടിച്ചുകൊണ്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം എന്ത് ചെയ്യാറുണ്ട്? കിച്ചണിൽ നിന്നുകൊണ്ട് ഈ ഓൾഡ് ഏഞ്ചലിനെ വാച്ച് ചെയ്യാറുണ്ട്. ബിഫോർ ഗോയിങ് ടു ബെഡ് he dragged him out of the mud and locked him up with the hens in the chicken coop. ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ ചെളിയിൽ കമിഴ്ന്ന് കിടക്കുന്ന നമ്മുടെ ഈ ഓൾഡ് മാനെ ഡ്രാഗ് ചെയ്യുക എന്ന് പറഞ്ഞാല് വലിച്ചുകൊണ്ട് പോവുക. അങ്ങനെ വലിച്ചെടുത്തോണ്ട് പോയി എവിടെ ലോക്ക് ചെയ്തു? കോഴിക്കൂടിനുള്ളിൽ. കൂപ്പ് എന്ന് പറഞ്ഞാൽ കോഴിക്കൂടാണ്. കോഴിക്കൂടിനുള്ളിൽ കൊണ്ട് ലോക്ക് ചെയ്തിട്ടു. A short time afterward, the child woke up without a fever and with a desire to eat. കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം അവർ കുട്ടിയെ ശ്രദ്ധിച്ചപ്പം കുട്ടിക്ക് എന്തോ ഒരു മാറ്റം. എന്താണ്? അതുവരെ അസുഖബാധിതനായി കിടന്നിരുന്ന കുട്ടി പെട്ടെന്ന് എഴുന്നേറ്റു. അവന്റെ പനിയൊക്കെ മാറി. വിത്തൗട്ട് എ ഫീവർ, അവന്റെ പനിയൊക്കെ മാറി. ആൻഡ് വിത്ത് എ ഡിസയർ ടു ഈറ്റ്, ഇപ്പൊ അവന് കഴിക്കാനുള്ള ഒരു ആഗ്രഹമൊക്കെ വന്നു. പനിയൊക്കെ വരുമ്പോൾ നമുക്ക് കഴിക്കാനേ തോന്നില്ലല്ലോ. ഇപ്പൊ അവൻ എങ്ങനെയാണ്? പനിയെല്ലാം മാറിയത് കൊണ്ട് തന്നെ അവന് കഴിക്കണം എന്ന് തോന്നി. Then they felt magnanimous. അപ്പൊ അവർക്ക് എന്തോ ഒരു അത്ഭുതം തോന്നി, എന്തോ ഒരു മാജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചുകൊണ്ടാണ് തൻ്റെ മകന് അല്ലെങ്കിൽ ആ ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു അസുഖം പെട്ടെന്ന് മാറിയതെന്ന് അവര് പറയുന്നുണ്ട്, അവർ വിശ്വസിക്കുന്നു. സോ ദേ ഫെൽറ്റ് മാഗ്നാനിമസ്. അവർക്ക് ആ ഒരു മനുഷ്യനോട് ഒരു ദയ തോന്നി, ഒരു ഉദാര മനസ്സ് തോന്നി. They decided to put the angel on a raft with fresh water and provisions for 3 days. അങ്ങനെ അവരൊരു കാര്യം തീരുമാനിക്കുകയാണ്. നമ്മുടെ ഈ ഏഞ്ചലിനെ ഒരു ചങ്ങാടത്തിൽ കെട്ടുക എന്നല്ല, ചെങ്ങാടത്തിലാക്കിയിട്ട് കുറച്ച് ഫ്രഷ് വാട്ടറും പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ ഫുഡാണ്, കുറച്ച് ഫുഡും കൂടി, ഒരു 3 ദിവസത്തേക്കുള്ള ഫുഡും വാട്ടറും കൂടി ആക്കി and leave him to his fate on the high seas. കടലിലേക്ക് പറഞ്ഞു വിടാം എന്നിവർ തീരുമാനിക്കുന്നു. എന്തിനാണ് അങ്ങനെ കടലിലേക്ക് വിടാൻ തീരുമാനിക്കുന്നത് വെച്ചാൽ, ആ ഒരു ഓൾഡ് മാൻ അവിടെ നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് പ്രത്യേകിച്ച് വേറെ ഗുണമൊന്നും ഇല്ല, അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് ഇവർ ആ റാഫ്റ്റിൽ 3 ദിവസത്തേക്കുള്ള ഫുഡും വാട്ടറും വെച്ചിട്ട് ആഴക്കടലിലേക്ക് പറഞ്ഞു വിടാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. പിന്നീട് എന്താണ് അദ്ദേഹത്തിന് സംഭവിക്കുന്നത് ഇവർക്ക് തിരക്കേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം അദ്ദേഹത്തിന്റെ വിധി എന്താണോ, ഫേറ്റ് എന്ന് പറഞ്ഞാൽ വിധി എന്നാണ്, ഫേറ്റ് എന്താണോ അതുപോലെ തന്നെ ആകട്ടെ എന്നാണ് ഇവര് ആഗ്രഹിക്കുന്നത്. But when they went out into the courtyard at the first
light of dawn, they found the whole neighborhood in front of the chicken coop having fun with the angel. അവരെപ്പോഴാണോ രാവിലെ എഴുന്നേറ്റത് അപ്പോൾ അവർ ആദ്യം ചെന്ന് നോക്കുന്നത് ഈ ഒരു ഓൾഡ് മാൻ എന്ത് ചെയ്യുകയാണെന്നാണ്. സോ അവർ രാവിലെ എഴുന്നേറ്റു, അവർ പറമ്പിലേക്ക് പോയി ഈ ഓൾഡ് മാനെ ചെന്ന് ചിക്കൻ കൂപ്പിലേക്ക് നോക്കുകയാണ്. ആ ഒരു നോക്കുന്ന ടൈമിൽ അവർക്ക് കാണാൻ സാധിച്ചത് അവരുടെ വീടിന് ചുറ്റുമുള്ള നെയ്ബർഹുഡ് ഫുള്ള്, ആ ഒരു അയൽക്കൂട്ടം ഫുള്ള്, ആ അയൽവാസികളെല്ലാം തന്നെ ഏഞ്ചലിനെ കാണാൻ എത്തുകയും ആ ഏഞ്ചലിനോട് വളരെയധികം തമാശകൾ പറയുകയും തമാശകൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഈ കപ്പിൾസ് കാണുന്നത്. The visitors were tossing him things to eat through the openings in the coop. കോഴിക്കൂടായതുകൊണ്ട് തന്നെ കുറച്ച് വിടവൊക്കെ ഉണ്ട്. അപ്പം അതിലൂടെ ആഹാര സാധനങ്ങൾ എറിഞ്ഞു കൊടുക്കുന്നത്, ടോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എറിഞ്ഞു കൊടുക്കുക, അങ്ങനെ എറിഞ്ഞു കൊടുക്കുന്ന വിസിറ്റേഴ്സിനെയാണ് ഇവിടെ പെലായോയും വൈഫായിട്ടുള്ള എലിസന്റെയും കാണുന്നത്. It was as if he weren't a supernatural creature but a circus animal. അവർ ഇദ്ദേഹത്തെ ഈ ഒരു ഓൾഡ് മാനെ ഒരു സൂപ്പർ നാച്ചുറൽ ക്രീച്ചർ ആയിട്ട് കാണുന്നില്ല. വേണമെങ്കിൽ അവർക്കൊരു സൂപ്പർ നാച്ചുറൽ ക്രീച്ചർ ആയിട്ട് കാണാം. ബിക്കോസ് എന്താണ്, അദ്ദേഹത്തിനൊരു ഇനോമസ് വിങ്സ് ഉണ്ട്, അതൊരു സൂപ്പർ നാച്ചുറൽ എലമെന്റ് ആണ്. അതുപോലെ തന്നെ അദ്ദേഹം വന്നപ്പോഴാണ് ആ സിക്കായിട്ട് കിടന്ന കുട്ടി പെട്ടെന്ന് അവന്റെ അസുഖങ്ങളൊക്കെ മാറി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് സൂപ്പർ നാച്ചുറൽ ക്രീച്ചർ ആയിട്ട് ഇദ്ദേഹത്തെ കാണാൻ സാധിക്കും. പക്ഷേ ബട്ട് സർക്കസ് അനിമൽ ആയിട്ടാണ് അവർ അദ്ദേഹത്തിനെ കാണുന്നത്. സർക്കസിൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു അനിമൽ ആയിട്ടാണ് അവർ ഇദ്ദേഹത്തിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ. The news of the captive angel spread with great rapidity. ഇങ്ങനെ ബന്ദിയാക്കപ്പെട്ട ഒരു മാലാഖ ഇവരുടെ വീട്ടിലുണ്ട് എന്നുള്ളൊരു വാർത്ത അവിടെ ആകെ സ്പ്രെഡ് ചെയ്തു, അവിടെ ആകെ വ്യാപിച്ചു. ആഫ്റ്റർ ഫ്യൂ ഹവേഴ്സ്, കുറച്ച് സമയങ്ങൾക്ക് ശേഷം, കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം, ദി കോർട്ട്യാർഡ് ഹാഡ് ദ ബസിൽ ഓഫ് എ മാർക്കറ്റ് പ്ലേസ്. അവരുടെ ആ ഒരു വീടിന്റെ മുറ്റം നിറച്ചു എന്തോ ബഹളം കേൾക്കാൻ പറ്റി. ബസിൽ എന്ന് പറഞ്ഞാൽ ബഹളം എന്നാണ്. എങ്ങനെയുള്ള ബഹളമാണ്? മാർക്കറ്റ് പ്ലേസിലെ ബഹളം, ചന്തയിലൊക്കെയുള്ള ഒരു ബഹളം പോലെ, ഒരു ചന്ത പോലെ ആയി അവരുടെ ആ ഒരു മുറ്റം. The couple had to call in troops to disperse the mob. ഡിസ്പേഴ്സ് ചെയ്യുക പറഞ്ഞാൽ പിരിച്ചുവിടുക. അപ്പം ഈ മോബിനെ, ഈ ജനക്കൂട്ടത്തെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഈ കപ്പിൾസ്, നമ്മുടെ എലിസന്റെയും പെലായോയും കൂടി ട്രൂപ്സിനെ വിളിക്കാനായി തുടങ്ങി. ട്രൂപ്സ് എന്ന് പറഞ്ഞാൽ പോലീസ് എന്നാണ് അർത്ഥം. ഓക്കെ. അപ്പോൾ പോലീസിനെ വിളിച്ച് ഈ ജനക്കൂട്ടത്തെ എങ്ങനെയെങ്കിലും പിരിച്ചുവിടാനാണ് അവരിനി നോക്കുന്നത്. They got the idea of fencing in the yard and charging 5 cents for admission to see the angel. അപ്പോൾ അവർക്കൊരു ഐഡിയ തോന്നി, ഇങ്ങനെ വെറുതെ പോലീസിനെ ഒന്നും വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ അവർക്കൊരു ഐഡിയ തോന്നി. എന്താണ് ഐഡിയ എന്ന് പറഞ്ഞാൽ അവർ ഒരു ഫെൻസ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഫെൻസ് എന്ന് പറഞ്ഞാൽ വേലി, വീടിന് ചുറ്റും ഒരു വേലി കെട്ടാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ ആകുമ്പോഴത്തേക്കും വിസിറ്റേഴ്സ് ഒന്നും അങ്ങോട്ട് കടന്നു വരില്ല. ആൻഡ് ചാർജിങ് 5 cents for admission to see the angel. അതുപോലെ തന്നെ അവരൊരു കണ്ടീഷൻ വെച്ചു, നമ്മുടെ ഈ ഏഞ്ചലിനെ കാണാൻ വരുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർ 5 cents ഇവിടെ അഡ്മിഷൻ ഫീ ആയിട്ട് കൊടുക്കണം. ഓക്കെ. അങ്ങനെ കൊടുത്തെങ്കിൽ മാത്രമേ ഇവർക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏഞ്ചലിനെ കാണണമെങ്കിൽ 5 cents കൊടുക്കണം. 5 cents എന്ന് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ പൈസയാണ്. അപ്പോൾ 5 cents കൊടുക്കുന്നവർക്ക് മാത്രമേ ഏഞ്ചലിനെ കാണാൻ സാധിക്കുള്ളൂ. The curious came from far away. ഒരുപാട് അകലെ നിന്നും ആളുകൾ വളരെ അത്ഭുതത്തോടുകൂടി, ക്യൂരിയസ് എന്ന് പറഞ്ഞ ആകാംക്ഷയോടുകൂടി ഈ ഏഞ്ചലിനെ കാണാൻ വന്നിരുന്നു. The most unfortunate invalids on earth came in search of health. ആരോഗ്യത്തിന് വേണ്ടി വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഇൻവാലിഡ്സ് എന്ന് പറഞ്ഞാൽ രോഗികൾ, അതായത് മാരക രോഗങ്ങളൊക്കെ പിടിപെട്ട് കിടക്കുന്ന നിർഭാഗ്യരായിട്ടുള്ള രോഗികൾ വരെ തങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഏഞ്ചലിനെ കാണാൻ വന്നിരുന്നു. പെലായോ ആൻഡ് എലിസൻഡ വെയർ ഹാപ്പി വിത്ത് ഫാറ്റീഗ്. അവർ സന്തോഷം കൊണ്ട് തളർന്നുപോയി. ആരൊക്കെയാണ്? പെലായോയും എലിസന്റെയും. ഇത്രയും ആളുകൾ വരികയും പൈസയൊക്കെ തരികയൊക്കെ ചെയ്ത കാരണം അവർക്ക് വളരെയധികം സന്തോഷമായി. ഇൻ ലെസ് ദാൻ എ വീക്ക് ദേ ഹാഡ് ക്രാംഡ് ദെയർ റൂംസ് വിത്ത് മണി. ഒരാഴ്ച ആയില്ല, അതിനുള്ളിൽ തന്നെ അവരുടെ ആ ഒരു റൂമൊക്കെ പൈസ കൊണ്ട് കുമിഞ്ഞുകൂടി. ക്രാമഡ് എന്ന് പറഞ്ഞാൽ നിറഞ്ഞു കവിഞ്ഞു, കുമിഞ്ഞുകൂടി എന്നൊക്കെ ഉള്ള ഒരു മീനിങ് ആണ്. നിറഞ്ഞു കവിഞ്ഞു, പൈസ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞവരുടെ റൂം. കാര്യം ഇത്രയധികം ആളുകൾ അങ്ങോട്ടേക്ക് എത്തിയതിന് ശേഷം അവർ ഓരോരുത്തരും 5 cents വീതം കൊടുത്തിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ റൂമെല്ലാം ക്രാംഡ് ആയി. ക്രാംഡ് മീൻസ് നിറഞ്ഞു കവിഞ്ഞു, പൈസ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. Still the line of pilgrims waiting their turn to enter reached beyond the horizon. ഇപ്പോൾ ഇവർ വരിയായിട്ട് ക്യൂ നിന്നാണ് ഈ ഒരു ഏഞ്ചലിനെ കാണുന്നത്. അങ്ങനെ ഏഞ്ചലിനെ
കാണാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്ന ആളുകളുടെ ആ ഒരു ലൈൻ എന്ന് പറയുന്നത് ഹൊറിസോൺ ആണ്. എന്ന് പറഞ്ഞാൽ വളരെ നീണ്ട ഒരു ലൈനിലാണ് ആളുകൾ. അത്രയധികം ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. The angel was the only one who took no part in his own act. ഒരുപാട് ആളുകൾ വരുന്നു, 5 സെൻസ് വീതം നൽകുന്നു, ഈ ഏഞ്ചലിനെ കാണുന്നു, വളരെ അത്ഭുതത്തോടുകൂടി നോക്കുന്നു, ഓരോ തമാശകൾ ചെയ്യുന്നു, കടന്നു പോകുന്നു. പക്ഷേ ഈ ഏഞ്ചലിന് മാത്രം എന്തും ചെയ്യാനില്ലായിരുന്നു. അതായത് ആ ഏഞ്ചൽ അവിടെ ചുമ്മാ ഇരിക്കുകയായിരുന്നു, അവനെന്തും ഒന്നും ചെയ്യാനില്ലായിരുന്നു. He spent his time trying to get comfortable in his borrowed nest. ഇപ്പൊ അവന് കിട്ടിയിരിക്കുന്ന ഒരു borrowed nest ആണ്, ഒരു കൂടാണ്. എങ്ങനെയുള്ള കൂടാണ്? കടം കിട്ടിയ ഒരു കൂടാണ് എന്ന് പറഞ്ഞാൽ ആ വീട്ടുകാർ അവന് നൽകിയ ഒരു ഷെൽട്ടർ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് ആ കൂപ്പിനെ പറയാം. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഷെൽട്ടറിൽ അവൻ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുകയാണ്. ഇത്രയും തിക്കും തിരക്കും ആളും ബഹളവും എല്ലാം കേട്ടിട്ടും അവൻ അവൻ്റെതായിട്ടുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ്. ഓക്കെ. അറ്റ് ഫസ്റ്റ് ദേ ട്രൈ ടു മേക്ക് ഹിം ഈറ്റ് സം മോത്ത് ബാൾസ്. ആദ്യം വന്നുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാവരും കുറച്ച് മോത്ത് ബാൾസ് എന്ന് പറഞ്ഞാൽ പാറ്റാ ഗുളിക അതുപോലുള്ള കാര്യങ്ങളൊക്കെ എറിഞ്ഞു കൊടുക്കുകയും അത് കഴിക്കുന്നുണ്ടോ എന്നൊക്കെ വളരെ ക്യൂരിയസ് ആയിട്ട് നോക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ബട്ട് ഹി ഏറ്റ് നത്തിങ് ബട്ട് എഗ് പ്ലാന്റ് മഷ്. പക്ഷെ അവൻ വേറെ ഒന്നും കഴിക്കില്ലായിരുന്നു. എന്തേ കഴിക്കുള്ളൂ? എഗ് പ്ലാന്റ് മഷ് എന്ന് പറഞ്ഞാൽ വഴുതനങ്ങ കൊണ്ടുണ്ടാക്കിയ ഒരു ഡിഷാണ്. ആ ഒരു ഡിഷ് മാത്രമേ ആര് കഴിക്കൂ? നമ്മുടെ ഓൾഡ് മാൻ കഴിക്കത്തുള്ളൂ. ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വിർച്യൂ സീംഡ് ടു ബി പേഷ്യൻസ്. ഇവന് ആകെയുള്ളൊരു സൂപ്പർ നാച്ചുറൽ വിച്ചു എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ക്ഷമ. അപ്പോൾ ഈ ഒരു അമാനുഷികനായ മനുഷ്യന് ഒരു ഗുണമുണ്ട്. എന്താണ് ആ ഗുണം എന്ന് പറയുന്നത്? പേഷ്യൻസ്. എല്ലാ കാര്യങ്ങളും ക്ഷമയോടെ കാണുന്നൊരു ആളാണ് ഈ ഓൾഡ് മാൻ. ഹി വാസ് ക്വൈറ്റ് പേഷ്യന്റ് വെൻ ദ ഹെൻസ് പെക്കഡ് അറ്റ് ഹിം. കോഴിക്കൂടിൽ ആണ് അദ്ദേഹം കിടക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കോഴികൾ വന്ന് കൊത്താറൊക്കെ ഉണ്ട്. ആ ഒരു ടൈമിൽ പോലും വളരെയധികം ക്ഷമയോടാണ് അദ്ദേഹം ബിഹേവ് ചെയ്യുന്നത്. സെർച്ചിങ് ഫോർ ദി പാരസൈറ്റ് ഇൻ ഹിസ് വിങ്സ്. എന്തിനാണ് അങ്ങനെ കോഴികൾ വന്ന് ഇദ്ദേഹത്തെ കൊത്തുന്നത്? ഒന്നാമത്തെ കാര്യം, അദ്ദേഹം ആ ഒരു കോഴികളുടെ കൂട്ടിലാണ് കിടക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹത്തിന് ചിറകുണ്ട്. അപ്പോൾ ആ ചിറകിൽ ഒരുപാട് പാരസൈറ്റ്സ് ഉണ്ട്. പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ ചെറിയ പ്രാണികൾ. ഈ പ്രാണികളെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോഴികൾ വന്ന് ഇദ്ദേഹത്തിന്റെ ചിറകിലിട്ട് കൊത്തുന്നത്. He was patient again when the cripples pulled out his feathers to touch their limbs with. ഇനി അതിലും പേഷ്യന്റ് ആയിട്ട് അദ്ദേഹം ബിഹേവ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് അറിയാവോ? ക്രിപ്പിൾസ് വരുമ്പോൾ. ക്രിപ്പിൾസ് എന്ന് പറഞ്ഞാൽ വൈകല്യമുള്ള ആളുകൾ, കാലും കൈയും ഒക്കെ വൈകല്യമുള്ള ആളുകളൊക്കെ ഇദ്ദേഹത്തെ കാണാനായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഒരു പിൽഗ്രിം പോലെയാണ് ഇദ്ദേഹത്തിന് ആളുകൾ കാണാനായിട്ട് വരുന്നത്. അപ്പം ആ ഒരു ടൈമിൽ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു ഓൾഡ് മാൻ്റെ ആ ഒരു ഇനോമസ് വിങ്സ് എടുത്തിട്ട് അതിലെ ഫെതേഴ്സ്, ആ തൂവൽ വെച്ചിട്ട് അവരുടെ കയ്യിലാണോ കാലിലാണോ എവിടെയാണ് വൈകല്യമുള്ളത് ആ ഭാഗത്തേക്ക് ഇതിനെ ടച്ച് ചെയ്യിപ്പിക്കും. അങ്ങനെ അവർ സുഖം പ്രാപിക്കും, അവർ നോർമൽ കണ്ടീഷനിലേക്ക് വരും എന്നൊക്കെയാണ് അവരുടെ ഒരു വിശ്വാസം. ഹി റിമൈൻഡ് പേഷ്യന്റ് വെൻ ഈവൻ ദ മോസ്റ്റ് മെർസിഫുൾ ത്രൂ സ്റ്റോൺസ് അറ്റ് ഹിം. ഇനിയും അവൻ പേഷ്യന്റ് കാണിക്കാറുണ്ട്. ആരോടാണെന്ന് അറിയാവോ? ദ മോസ്റ്റ് മേഴ്സിഫുൾ പീപ്പിളിനോട്. മോസ്റ്റ് മേഴ്സിഫുൾ എന്ന് പറയുമ്പോൾ അങ്ങേ അറ്റം ദയുള്ള ആൾക്കാരോട് വരെ അവൻ വളരെ പേഷ്യന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ മോസ്റ്റ് മേഴ്സിഫുൾ ആയിട്ട് ഇവിടെ ബിഹേവ് ചെയ്യേണ്ടത് ആക്ച്വലി ഈ പള്ളിയിലുള്ള ആൾക്കാരുണ്ടല്ലോ, ഈ പ്രീസ്റ്റ്, ലോർഡ്, അങ്ങനെയൊക്കെയുള്ള ഉയർന്ന പൊസിഷനിലിരിക്കുന്ന ആളുകൾ, ദൈവത്തോട് വളരെ അറ്റാച്ച്മെന്റ് ഉള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള ഒരു മനുഷ്യൻ എന്ന പരിഗണനയെങ്കിലും കൊടുത്തുകൊണ്ട് ബിഹേവ് ചെയ്യേണ്ടത്. പക്ഷെ അവന് ഈ ഒരു കൂട്ടിൽ കിടക്കുമ്പോൾ അതൊന്നും കിട്ടുന്നില്ല. അവർ വരെ ഇവനെ എന്ത് ചെയ്യാണ്? ത്രൂ സ്റ്റോൺസ് അറ്റ് ഹിം. അവർ വരെ ഇവനെ കല്ലെറിയാണ് ചെയ്യുന്നത്. സോ അവിടെയും ഇദ്ദേഹം എന്താണ് ചെയ്യുന്നത്? പേഷ്യന്റോടുകൂടി, വളരെ ക്ഷമയോടുകൂടിയാണ് നിൽക്കുന്നത്. ആഫ്റ്റർ ഓൾ, അതിനെല്ലാം ശേഷം they were only trying to get him to rise so that they could see him standing. അതിനെല്ലാം ശേഷം അവർ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഏഞ്ചലിനെ എങ്ങനെയെങ്കിലും ഉയർത്തണം. അതായത് താഴെ കിടക്കുന്ന ആ ഏഞ്ചലിനെ എങ്ങനെയെങ്കിലും എഴുന്നേൽപ്പിക്കണം, ഒന്ന് എഴുന്നേറ്റ് നിന്ന് കാണണം. അതാണ് അവരുടെ അടുത്ത ആഗ്രഹം എന്ന് പറയുന്നത്. It so happened that during those days there arrived in the town a traveling show. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവിടെ ഒരു ട്രാവലിംഗ് ഷോ നടന്നു. ആ ഒരു പ്ലേസിൽ ഒരു ട്രാവലിംഗ് ഷോ നടന്നു. The main attraction was a woman who had been changed into a spider. ആ ഒരു ട്രാവലിംഗ് ഷോയിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു സ്ത്രീ ആയിരുന്നു. ആ സ്ത്രീ എന്ത് ചെയ്തു? changed into a spider, ഒരു
സ്പൈഡർ ആയിട്ട് മാറി. ഇത് ഒരു സൂപ്പർ നാച്ചുറൽ എലമെന്റ് അല്ലേ, ഒരു അമാനുഷികമായ ഒരു കാര്യമാണ് അല്ലേ. അപ്പൊ മനുഷ്യനായിട്ടുള്ള ആ ഒരു വുമൺ എന്തായിട്ട് മാറി, ഒരു സ്പൈഡർ ആയിട്ട് മാറി. ബൈ എ ബേസ്റ്റ് ഓഫ് തണ്ടർ ആൻഡ് ലൈറ്റനിങ് എന്ന് പറഞ്ഞാൽ നല്ല ഇടിമുഴക്കവും മിന്നലും ഒക്കെ ഉണ്ടായ സമയത്ത് ഈ ഒരു സ്ത്രീ, ആ ട്രാവലിംഗ് ഷോയിൽ ഉണ്ടായിരുന്ന സ്ത്രീ എന്തായിട്ട് മാറി, ഒരു സ്പൈഡർ ആയിട്ട് മാറി. The admission fee to see her was less than the fee to see the angel. നമ്മുടെ ഏഞ്ചലിനെ കാണണമെങ്കിൽ 5 cents കൊടുത്ത് ആർക്ക് വേണേലും ഏഞ്ചലിനെ കാണാം. അപ്പൊ ആ ഒരു 5 സെന്റിലും താഴെയായിരുന്നു, കുറച്ച് പൈസ മാത്രമേ ഉള്ളായിരുന്നു ഈ ഒരു സ്ത്രീയെ കാണുന്നത്. ഏത് സ്ത്രീയാ, ഈ സ്പൈഡർ വുമണിനെ കാണുന്നത്. സോ ദ പീപ്പിൾ ഫ്ലോക്ക് ടു സീ ഹർ. അപ്പൊ നമ്മൾ തന്നെ എവിടെയെങ്കിലും ഓഫർ ഇട്ട് അങ്ങോട്ട് പോകല്ലോ, അപ്പൊ അതുപോലെ തന്നെ എന്ത് ചെയ്തു, ഈ ആളുകളും കൂട്ടത്തോടുകൂടി, ഫ്ലോക്കഡ് എന്ന് പറഞ്ഞാൽ കൂട്ടത്തോടുകൂടി എങ്ങോട്ടേക്ക് പോയി, ഈ സ്പൈഡർ വുമണിനെ കാണാനായിട്ട് പോയി. They were also permitted to ask her all manners of questions about her absurd state. അബ്സേർഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അവളുടെ ആ ഒരു അസംബന്ധമായ മണ്ടത്തരമായ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, അവൾ ആ വുമണിൽ നിന്ന് ചേഞ്ച് ആയിട്ട് സ്പൈഡറായി മാറി. അതെങ്ങനെയാണ്, എങ്ങനെ അത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ആൾക്കാർക്ക് ആകാംക്ഷയായി. അവരതുകൊണ്ട് എന്ത് ചോദിക്കാൻ തുടങ്ങി, ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ they were also permitted to ask. അവർക്ക് ഒരു പെർമിഷൻ കിട്ടിയിരുന്നു, എന്ത് വേണമെങ്കിലും ചോദിക്കാം എന്നുള്ളൊരു പെർമിഷനും കിട്ടിയിരുന്നു. സോ അതുകൊണ്ട് തന്നെ അവർ ചോദ്യങ്ങൾ ചോദിക്കുകയും അവൾ അതിന് ആൻസർ പറയുകയും ചെയ്തു. The owners of the house had no reason to lament. ആ വീട്ടിലുള്ള ആളുകൾക്ക് ഒരിക്കൽ പോലും ലമന്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടേയില്ല. എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഇപ്പോഴും സന്തോഷമാണ് ഈ ഒരു ഏഞ്ചൽ വന്നതിന് ശേഷം. കാര്യം ഏഞ്ചൽ വന്നപ്പോഴാണ് അവരുടെ കുട്ടിയുടെ അസുഖം മാറിയത്. അതുപോലെ തന്നെ കുറേ ആളുകൾ വിസിറ്റ് ചെയ്യാൻ തുടങ്ങിയതും 5 സെന്റ്സ് വെച്ച് ഇവരുടെ റൂം ഫില്ല് ചെയ്തതും ഒക്കെ. എന്ന് പറഞ്ഞാൽ ആ 5 സെന്റ് കൊണ്ട് അവർക്ക് ആ റൂം എന്ത് ചെയ്തു, പൈസ കൊണ്ട് കുമിഞ്ഞുകൂടി. With the money they saved, they built a 2-story mansion with balconies and gardens. അതുപോലെ തന്നെ അവർ ആ പൈസ എല്ലാം ചെലവാക്കി കളയാതെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അവരെന്ത് ചെയ്തു, ആ കടൽ തീരത്ത് മനോഹരമായ 2 നില വീട് വെച്ചു. വീട് വെച്ചത് മാത്രമല്ല, അതിനോടൊപ്പം എന്തുണ്ടായിരുന്നു, ബാൽക്കണിയും ഗാർഡനും ഒക്കെ ഉണ്ടായിരുന്നു. It also had high netting so that crabs wouldn't get in during the winter. തണുപ്പ് കാലമായ കടൽ തീരമായതുകൊണ്ട് തന്നെ കുറേ അധികം ഞണ്ടുകൾ, ക്രാബ്സ്, ഞണ്ടുകൾ എന്ത് ചെയ്യാറുണ്ട്, ഈ വീട്ടിലേക്ക് കയറി വരാറുണ്ട്. അപ്പൊ അതിനെയൊക്കെ തടയാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, വളരെ ഉയരത്തിൽ തന്നെ നെറ്റ് വെച്ച് മറച്ചിരുന്നു. ആൻഡ് അയൺ ബാർസ് ഓൺ ദി വിൻഡോസ്. അവരുടെ ആ ഒരു ജനാലയിലൊക്കെ നെറ്റ് വെച്ച് മറയ്ക്കുകയും അയൺ ബാർസ്, ഇരുമ്പ് ദണ്ടുകൾ വെച്ച് ഘടിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. സോ ദാറ്റ് ഏഞ്ചൽസ് വുഡിന്റ് ഗെറ്റ് ഇൻ. അതുകൊണ്ട് തന്നെ ഞണ്ടുകൾക്കും ഉള്ളിലേക്ക് വരാനും കഴിയില്ല. നമ്മുടെ ആ ഒരു കോഴിക്കൂടിൽ കിടക്കുന്ന ഏഞ്ചൽ അഥവാ പറന്നെങ്ങാനും അകത്തേക്ക് വന്നാലോ, അതൊക്കെ പേടിച്ചാണ് അവർ ആ അയൺ ബാർ കൊണ്ട് ആ ജനലില് എന്ത് ചെയ്തിരിക്കുന്നത്, കവർ ചെയ്തിരിക്കുന്നത്. So Pelayo also set up a rabbit warren and gave up his job as a bailiff for good. അപ്പോൾ നമ്മൾ ആദ്യമേ തുടക്കത്തിൽ കണ്ടായിരുന്നു ഈ ഒരു ബെയിലിഫ് ക്ലബ്ബുമായിട്ട് നിൽക്കുന്ന പെലായോ. സോ അദ്ദേഹത്തിന്റെ പണി എന്താണ്, കോടതിയിലെ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. സോ പെലായോ ആൾസോ സെറ്റ് അപ്പ് എ റാബിറ്റ് വാരൻ. അതിനുശേഷം പെലായോ തന്റെ ഈ ഒരു ബെയിലിഫ് എന്ന് പറയുന്ന നല്ല ആ ഒരു ജോബ് കളഞ്ഞതിന് ശേഷം റാബിറ്റ് വാരൻ തുടങ്ങി. അതായത് മുയലിനെ വളർത്തുക, ആ ഒരു ഹാബിറ്റ് ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, ആ റാബിറ്റിനെ വളർത്താനൊക്കെ തീരുമാനിച്ചു. Alexandra bought some satin pumps with high heels and many dresses of iridescent silk. അതിനുശേഷം നമ്മുടെ എലിസൻഡ, പെലായുടെ വൈഫായ എലിസൻഡ കുറച്ച് പട്ട് വാങ്ങി. സാറ്റിൻ എന്ന് പറഞ്ഞാൽ പട്ട് തുണി എന്നാണ് അർത്ഥം. അപ്പോൾ സാറ്റിൻ വാങ്ങിച്ചിട്ട് പംസ് ഉണ്ടാക്കി. പംസ് എന്ന് പറഞ്ഞാൽ പംസ് വിത്ത് ഹൈ ഹീൽസ്, നല്ല ഹീലുള്ള ഷൂസിനെയാണ് നമ്മൾ പംസ് എന്ന് പറയുന്നത്. അപ്പോൾ പംസ് ഉണ്ടാക്കി. ആൻഡ് മെനി ഡ്രസ്സസ് ഓഫ് ഇറിഡീസെന്റ് സിൽക്ക്. അതിനുശേഷം അവൾ എന്ത് ചെയ്തു, ഇറിഡീസെന്റ് എന്ന് പറഞ്ഞാൽ കളർ ചേഞ്ചിങ് ഉണ്ടാവുന്ന, അതായത് പച്ച മാറി വെള്ളയാവും, വെള്ള മാറി ചുവപ്പാവും, അങ്ങനെ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സിൽക്കിനെയാണ് നമ്മൾ ഇറിഡീസെന്റ് സിൽക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഇറിഡീസെന്റ് സിൽക്കും സാറ്റിൻ പംസും ഒക്കെ ആര് വാങ്ങി, ഈ പൈസ കൊണ്ട് എലിസൻഡ വാങ്ങി. അപ്പോൾ എലിസൻഡ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങി. പെലായോ ആണെങ്കിൽ റാബിറ്റ് വാരനൊക്കെ സെറ്റ് ചെയ്തു, വീടൊക്കെ പണിതു. നല്ല ഹാപ്പി ആയിട്ടാണ് അവരുടെ ആ ഒരു ലൈഫ് മുന്നോട്ട് പോകുന്നത്. The chicken coop was the only thing that didn't receive any attention. അവരവരുടെ വീടിനെ ശ്രദ്ധിച്ചു, അവരവരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു, പക്ഷെ അവരെന്ത് ശ്രദ്ധ കൊടുത്തില്ല, ഈ ഒരു ചിക്കൻ കൂപ്പിന്, ഈ കോഴിക്കൂടിന് മാത്രം യാതൊരു ശ്രദ്ധയും കൊടുത്തിരുന്നില്ല. The dung heap
stench from the coop was turning the new house into an old one. അവരുടെ ആ ഒരു ചിക്കൻ കൂപ്പിൽ ഡങ് ഹീപ്പായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു വേസ്റ്റ്, ചിക്കൻ്റെയൊക്കെ ആ ഒരു വേസ്റ്റും എല്ലാ കാര്യങ്ങളും, കോഴിയുടെ ആ ഒരു വേസ്റ്റൊക്കെ കുമിഞ്ഞു കൂടി കിടന്നുകൊണ്ട് തന്നെ വളരെ സ്റ്റെഞ്ചായിരുന്നു എന്ന് പറഞ്ഞാൽ വളരെ ബാഡ് സ്മെല്ല് അവിടെ ഫീൽ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അവരെത്ര വലിയ പുതിയ വീടുണ്ടാക്കിയിട്ടും ആ ഒരു ചിക്കൻ കൂപ്പ് കാരണം അത് ഒരു ഓൾഡ് വണ്ണായിട്ട് മാറി. അറ്റ് ഫസ്റ്റ് വെൻ ദ ചൈൽഡ് ലേൺ ടു വാക്ക്, ആദ്യമൊക്കെ ഈ കുട്ടി നടക്കാറായപ്പോൾ, ഏത് കുട്ടിയാണ്, പെലായുടെയും എലിസൻ്റെയുടെയും സിക്കായ കുട്ടിയിലെ അസുഖം ഭേദമായിട്ടുള്ള ഒരു കുട്ടിയുണ്ടല്ലോ, ആ കുട്ടി നടക്കാൻ തുടങ്ങിയപ്പോൾ ദേ വെയർ കെയർഫുൾ ദാറ്റ് ഹി ഡിഡ് നോട്ട് ഗെറ്റ് ടു ക്ലോസ് ടു ദ കൂപ്പ്. ആ കോഴിക്കൂടിനടുത്തേക്ക് ഈ കുട്ടി ഒരിക്കലും നടന്ന് ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു, അങ്ങോട്ടേക്ക് പോകാതിരിക്കാൻ. ബട്ട് ദെൻ ദേ ബിഗാൻ ടു ലോസ് ദെയർ ഫിയേഴ്സ് ആൻഡ് ഗോട്ട് യൂസ്ഡ് ടു ദ സ്മെൽ. ആദ്യമൊക്കെ അവർക്ക് ആ ഒരു സ്മെല്ല് വളരെയധികം ആരോചകമായിരുന്നു. പിന്നീട് അവരത് പതിവാക്കിയപ്പോൾ അവർക്ക് ആ ഒരു സ്മെല്ലൊന്നും ഇപ്പോൾ അത്ര നല്ല കെയറൊന്നും ഇല്ല. അവർക്കത് ശീലമായി തുടങ്ങി. അവർക്ക് പേടിയെല്ലാം മാറി. ആരോടുള്ള പേടി? ആ ഏഞ്ചലിനോടുള്ള പേടി. ബിഫോർ ദ ചൈൽഡ് ഗോട്ട് ഹിസ് സെക്കൻഡ് ടീത്ത്, ഈ കുട്ടിക്ക് രണ്ടാമത്തെ പല്ല് കിളിച്ചപ്പോൾ ഹി ഹാഡ് ഗോൺ ഇൻസൈഡ് ദ ചിക്കൻ കൂപ്പ് ടു പ്ലേ. കളിക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടി കളിച്ച് എവിടെ പോയി? ഈ ഒരു ചിക്കൻ കൂപ്പിനുള്ളിൽ കയറിപ്പോയി. ആസ് ദ വയേഴ്സ് വെയർ ഫാളിങ് അപ്പാർട്ട്, ആ ചിക്കൻ കൂപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. അവർ ഒട്ടും ശ്രദ്ധിക്കാത്ത ഒരു ഏരിയയാണ് ഈ ചിക്കൻ കൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദ വയേഴ്സ് വെയർ ഫാളിങ് അപ്പാർട്ട്, അതിൻ്റെ വയേഴ്സൊക്കെ, ആ ഒരു ചിക്കൻ കൂപ്പിൻ്റെ സറൗണ്ടിങ്സിലുള്ള കാര്യങ്ങളൊക്കെ പൊട്ടിത്തകർന്നു. ദേ ബോത്ത് കെയിം ഡൗൺ വിത്ത് ദ ചിക്കൻ ബോക്സ് അറ്റ് ദ സെയിം ടൈം. അങ്ങനെ ആ കുട്ടി ആ ചിക്കൻ കൂപ്പിൽ കയറി കളിക്കാൻ തുടങ്ങിയതോടുകൂടി ദേ ബോത്ത് കെയിം ഡൗൺ വിത്ത് ദ ചിക്കൻ പോക്സ്, അവർക്ക് രണ്ടുപേർക്കും എന്ത് പിടിവിട്ടു? ചിക്കൻ പോക്സ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ചിക്കനിൽ നിന്നല്ല ചിക്കൻ പോക്സ് വരുന്നത് എന്നാണ്. ഓക്കെ, ദ ഡോക്ടർ ഹു ടുക്ക് കെയർ ഓഫ് ദി ചൈൽഡ് കുഡിൻറ്റ് റെസിസ്റ്റ് ദ ടെംപ്ടേഷൻ ടു ലിസൺ ടു ദ ഏഞ്ചൽസ് ഹാർട്ട്. ഈ കുട്ടിയെ ചികിത്സിച്ച ഡോക്ടറിന് ഒരു ടെംപ്ടേഷൻ ഉണ്ടായി, ഒരു പ്രലോഭനം, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രലോഭനം ഉണ്ടായി. ആരെ കൂടി ഒന്ന് ചികിത്സിക്കാന്ന്? ഈ ഒരു ഏഞ്ചലിനെ കൂടി ഒന്ന് ചികിത്സിക്കാന്ന്. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ദയായിരിക്കാം, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്യൂരിയോസിറ്റി തോന്നിയതായിരിക്കാം. എന്തായാലും അദ്ദേഹം ആരെയും കൂടി ചികിത്സിക്കാൻ നോക്കി? ഏഞ്ചലിനെ കൂടി. പക്ഷേ ഈ ഒരു ഏഞ്ചലിന് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഹി ഫൗണ്ട് സോ മച്ച് വിസിലിംഗ് ഇൻ ദ ഹാർട്ട് ആൻഡ് സോ മെനി സൗണ്ട്സ് ഇൻ ദ കിഡ്നീസ്. ഈ ഏഞ്ചലിനെ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് ഈ ഏഞ്ചലിൻ്റെ ഹൃദയത്തിൽ നിന്നും, അതുപോലെ തന്നെ ഹൃദയത്തിൽ നിന്നൊരു വിസിൽ കേട്ടു, അതുപോലെ തന്നെ കിഡ്നിയിൽ നിന്ന് കുറച്ച് സൗണ്ട്സ് ഒക്കെ കേട്ടു. വാട്ട് സർപ്രൈസ്ഡ് ഹിം മോസ്റ്റ് ഹവർ വാസ് ദ ലോജിക് ഓഫ് ഹിസ് വിങ്സ്. ഇതൊന്നുമല്ല അദ്ദേഹത്തിനെ സർപ്രൈസ് ആക്കിയത്, ഈ മനുഷ്യന്, ഈ ഓൾഡ് മാൻ എങ്ങനെ ഇങ്ങനെ ഒരു വലിയ ഇനോമസ് വിങ്സ് ഉണ്ടായി എന്നതാണ്. വാട്ട് ഈസ് ദ ലോജിക്? അതാണ് ആര് ചിന്തിച്ചത്? ഡോക്ടർ ചിന്തിച്ചത്. ദേ സീംഡ് സോ നാച്ചുറൽ ഓൺ ദ കംപ്ലീറ്റ്ലി ഹ്യൂമൻ ഓർഗാനിസം. ഇദ്ദേഹത്തെ കണ്ടാൽ എങ്ങനെയാണ്? ഈ ഓൾഡ് മാനെ കണ്ടാൽ ഒരു ഹ്യൂമൻ ഓർഗാനിസമാണ് അല്ലേ? ഫുള്ളി അയാളൊരു ഹ്യൂമൻ ആണ്, മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇനോമസ് ആയിട്ടുള്ളൊരു വിങ്സ് ഉണ്ട്. അപ്പോൾ അതാണ് ഈ ഡോക്ടറിനെ അത്ഭുതപ്പെടുത്തിയത്. ഹി കുഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ് വൈ അതർ പീപ്പിൾ ഡിഡിൻറ്റ് ഹാവ് ദം ടു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലാവുന്നില്ല, എന്തുകൊണ്ടാണ് മനുഷ്യനെ പോലുള്ള ഒരാൾക്ക് ഇത്രയും വലിയൊരു ചിറക് വരാമെങ്കിൽ സാധാരണക്കാരായ നമ്മൾക്കൊക്കെ, ഈ മനുഷ്യർക്കൊക്കെ ഇതുപോലൊരു ചിറക് ഇനി വന്നുകൂടാ എന്നുള്ളൊരു ചിന്ത ആർക്കുണ്ടായി? ഡോക്ടർക്ക് ഉണ്ടായി. നെക്സ്റ്റ് പാരഗ്രാഫ്. When the child began school, the sun and rain had caused the collapse of the chicken coop. ഇനി ഈ കുട്ടി സ്കൂളിൽ പോകാനൊക്കെ ആയി. ഓക്കെ, കുട്ടി കുറച്ചുകൂടെ വളർന്നു, സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി. The sun and rain had caused the collapse of the chicken coop. ഈ സൂര്യപ്രകാശവും ഈ വെയിലും മഴയും എല്ലാം ഏറ്റിട്ട് ആ ചിക്കൻ കൂപ്പ് കൊളാപ്സ് ആയി. കൊളാപ്സ് എന്ന് പറഞ്ഞാൽ തകർന്നു. The angel went dragging himself about here and there like a stray dying man. ആ ഒരു ഏഞ്ചലിന് എന്തില്ലാതായി? ഇപ്പോൾ ഒരു ഷെൽട്ടർ ഇല്ലാതായി. അതുകൊണ്ട് തന്നെ ഈ ഏഞ്ചൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ടേക്ക് പോയി? ഒരു സ്ട്രേ ഡൈയിങ് മാനിലേക്ക് അദ്ദേഹം മാറി. സ്ട്രേ ഡൈയിങ് മാൻ എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന, അല്ലെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ് മരിക്കാറായി കിടക്കുന്ന ഒരു മനുഷ്യനെ പോലെ അദ്ദേഹം ഷെൽട്ടർ ഇല്ലാതായി. എന്ന് പറഞ്ഞാൽ ഇതുവരെ അദ്ദേഹത്തിന് താമസിക്കാൻ ചിക്കൻ കൂപ്പ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് കൊളാപ്സായി. സോ അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ നിന്നും ഇഴഞ്ഞ് വേറൊരു സ്ഥലത്തേക്ക് പോയിരിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് മരിക്കാറായ ഒരാളായി മാറി നമ്മുടെ ഓൾഡ് ഏഞ്ചൽ. ഹി സീം ടു ബി ഇൻ സോ മെനി പ്ലേസസ് അറ്റ് ദ സെയിം ടൈം. ഒരേ സമയത്ത് തന്നെ പലയിടങ്ങളിൽ അദ്ദേഹത്തെ കണ്ടു. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇപ്പോൾ എന്തില്ല?
ഷെൽട്ടർ ഇല്ല. He could scarcely eat and his eyes had also become so foggy. ഇപ്പോൾ ഇദ്ദേഹത്തിന് എന്ത് ആഹാരം കൊടുത്താലും കഴിക്കാനൊക്കെ വളരെ പാടാണ്, വളരെ പേടിയാണ്. ആൻഡ് ഹിസ് ഐസ് ഹാഡ് ആൾസോ ബിക്കം സോ ഫോഗി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഇപ്പോൾ മഞ്ഞ് മൂടപ്പെട്ടതുപോലെ ആയി. ദാറ്റ് ഹി വെന്റ് അബൌട്ട് ബംപിങ് ഇൻ ടു പോസ്റ്റ്. അദ്ദേഹം ഇപ്പോൾ കണ്ണൊക്കെ ഈ മഞ്ഞ് മൂടിയതുപോലെ മൂടപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം എവിടെയെങ്കിലുമൊക്കെ പോയി ഇടിക്കാനായിട്ട് തുടങ്ങി. ബംപിങ് ഇൻ ടു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പല പോസ്റ്റിലും ചെന്ന് ഇടിക്കാൻ തുടങ്ങി. പെലായോ ത്രൂ എ ബ്ലാങ്കറ്റ് ഓവർ ഹിം ആൻഡ് ലെറ്റ് ഹിം സ്ലീപ്പ് ഇൻ ദ ഷെഡ്. പെലായോക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന് ഷെൽട്ടർ ഇല്ല എന്നല്ലേ, ചിക്കൻ കൂപ്പൊക്കെ നശിച്ചു, ഇദ്ദേഹം മരിക്കാറായി എന്നൊക്കെ ആർക്ക് മനസ്സിലായി? നമ്മുടെ പെലായോയ്ക്ക് മനസ്സിലായി. സോ പെലായോ എന്ത് ചെയ്തു? തൻ്റെ വീടിനടുത്തുള്ള ഷെഡിലേക്ക് ഇദ്ദേഹത്തിനെ കിടക്കാനായിട്ട് അനുവദിച്ചു. അതുപോലെ തന്നെ ഒരു ബ്ലാങ്കറ്റ് ഇദ്ദേഹത്തിന് എറിഞ്ഞു കൊടുത്തു. ഓൺലി ദെൻ ഡിഡ് ദേ നോട്ടീസ് ദാറ്റ് ഹി ഹാഡ് എ ടെമ്പറേച്ചർ അറ്റ് നൈറ്റ്. അവർ അന്ന് രാത്രി ഒരു കാര്യം മനസ്സിലാക്കി. എന്താണ്? രാത്രിയാകും തോറും ഈ ഒരു ഓൾഡ് മാന് ടെമ്പറേച്ചർ കൂടുന്നു, ചൂട് കൂടി വരുന്നു. ദേ ബിക്കെയിം അലാംഡ്. അവർ വളരെയധികം ശ്രദ്ധയോടുകൂടി അദ്ദേഹത്തെ നോക്കാൻ തുടങ്ങി. ഫോർ ദേ തോട്ട് ഹി വാസ് ഗോയിങ് ടു ഡൈ. അവർക്കൊരു കാര്യം മനസ്സിലായി, ഉടനെ തന്നെ ഈ ഒരു ഓൾഡ് മാൻ എന്ത് ചെയ്യും? മരണപ്പെടും. ആൻഡ് യെറ്റ് ഹി നോട്ട് ഓൺലി സർവൈവ്ഡ് ഹിസ് വേഴ്സ്റ്റ് വിന്റർ ബട്ട് സീംഡ് ഇംപ്രൂവ്ഡ് വിത്ത് ദ ഫസ്റ്റ് സണ്ണി ഡേയ്സ്. ഇത്രയ്ക്ക് തണുപ്പാണ് ഇവിടെ. അപ്പൊ ആ ഒരു തണുപ്പിനെ സർവൈവ് ചെയ്യാൻ ഈ ഒരു ഓൾഡ് മാന് കഴിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇവര് ഈ പെലായോവും എലിസബത്തും വിചാരിക്കുന്നത് എന്താണ്? ഈ ഒരു വിന്റർ ഒന്നും ഈ പാവം ഓൾഡ് മാന് സഹിക്കാൻ പറ്റത്തില്ല, അപ്പോൾ തീർച്ചയായും ഇദ്ദേഹം മരണപ്പെടും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. പക്ഷെ നെക്സ്റ്റ് സണ്ണി ഡേ ആയപ്പോഴത്തേക്കും ഒരു മാറ്റം സംഭവിച്ചു. അയാളുടെ ആ ഒരു ഹെൽത്ത് എന്ത് ചെയ്തു? ഇംപ്രൂവ്ഡ് ആയി. He remained motionless for several days in the farthest corner of the courtyard. ഇപ്പോൾ അദ്ദേഹം എവിടെയാണ്? പറമ്പിൻ്റെ അല്ലെങ്കിൽ മുറ്റത്തിൻ്റെ ഏറ്റവും മൂലയ്ക്ക്, ഏതോ ഒരു മൂലയ്ക്ക് ചലനമില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും ആളുകൾക്ക് തോന്നി ഇദ്ദേഹം മരിക്കുമെന്ന്. പക്ഷേ ആ ഒരു സണ്ണി ഡേ ആയപ്പോൾ, സൂര്യപ്രകാശമൊക്കെ അടിച്ചപ്പോഴത്തേക്കും ചെറിയൊരു മാറ്റം ഉണ്ടായി. At the beginning of December, some large stiff feathers began to grow on his wings. ഡിസംബറിന്റെ ആരംഭത്തിൽ തന്നെ ഇദ്ദേഹത്തിന് ഒരു മാറ്റം ഉണ്ടായി. എന്താണ് ആ മാറ്റം? സ്റ്റിഫ് എന്ന് പറഞ്ഞാൽ കട്ടി കൂടിയ ഫെദേഴ്സ് ബിഗാൻ ടു ഗ്രോ. ഓക്കെ, കട്ടി കൂടിയ ചിറകുകൾ, കട്ടി കൂടിയ തൂവലുകൾ ഇദ്ദേഹത്തിന്റെ ആ ഒരു വിങ്സിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ദേ ലുക്ക്ഡ് ലൈക്ക് ദ ഫെദേഴ്സ് ഓഫ് എ സ്കെയർ ക്രോ. അതെങ്ങനെയുള്ള ഫെദേഴ്സ് ആയിരുന്നു? ഒരു സ്കെയർ ക്രോയിന്റെ ഫെദേഴ്സ് ആയിരുന്നു. സ്കെയർ ക്രോ എന്ന് പറഞ്ഞാൽ പാടത്തൊക്കെ കൊണ്ടുവയ്ക്കത്തില്ലേ, നോക്കുകുത്തി എന്നൊക്കെ പറഞ്ഞിട്ട്, അതാണ്ട് ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതാണ് സ്കെയർ ക്രോ. അങ്ങനെ ഒരു സ്കെയർ ക്രോവിനെ പോലെ അതിന്റെ തൂവൽ എങ്ങനെയാണോ ഇരിക്കുന്നത്, അതിന്റെ കയ്യിലും കാലിലും ഒക്കെ നമ്മൾ വെച്ച് കിട്ടുന്ന ആ ഒരു തൂവൽ പോലെ ആരുടെ തൂവൽ വന്നു? ഈ ഒരു ഓൾഡ്. Next paragraph. One morning, Alexandra was cutting some bunches of onions for lunch when a wind blew into the kitchen. ഒരു ദിവസം രാവിലെ നമ്മുടെ എലിസൻഡ്ര കുറച്ച് ഓണിയൻസ് കട്ട് ചെയ്യുമായിരുന്നു. എന്തിനാണെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ഓണിയൻസ് കട്ട് ചെയ്യുകയാണ്. ആ സമയത്ത് കിച്ചണിലേക്ക് ഒരു വിൻഡ് ബ്ലോ ചെയ്തു, ഒരു കാറ്റടിച്ചു. Then she went to the window and found the angel in his first attempts at flight. അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി, എന്താ ഈ കാറ്റ് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ജനലിൽ നിന്ന് പുറത്തേക്ക് നോക്കി. അപ്പോൾ കണ്ട കാഴ്ച ഇതാണ്: ദ ഏഞ്ചൽ ഇൻ ഹിസ് ഫസ്റ്റ് അറ്റംപ്റ്റ്സ് അറ്റ് ഫ്ലൈറ്റ്. ആദ്യമായിട്ട് ആ ഏഞ്ചല് പറക്കുന്നതാണ് അവൾ കണ്ടത്. These were so clumsy that he was on the point of knocking the shed down as he couldn't get up a grip on the air. അവൾ ഞെട്ടിപ്പോയി. കാര്യം എന്തെന്ന് പറഞ്ഞാൽ ആ ഒരു ഷെഡിൽ അനങ്ങാൻ പോലും പറ്റാതെയായിരുന്നു നമ്മുടെ ആ ഒരു ഓൾഡ് മാൻ അവിടെ കിടന്നിരുന്നത്. അപ്പോൾ അവൾക്ക് കൺഫ്യൂഷനായി, ഇതെങ്ങനെയാണ് ഇത്രയും ഉയരത്തിലേക്ക് ഈ ഒരു ഏഞ്ചലിന് പറക്കാൻ സാധിക്കുന്നത്? ക്ലംസി എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ആണ്. ബട്ട് ദെൻ ഹി ഡിഡ് മാനേജ് ടു ഗെയിൻ ആൾട്ടിറ്റ്യൂഡ്. പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ആ ഏഞ്ചല് തൻ്റെ ചിറകുകളൊക്കെ വിരിച്ച് ആകാശത്തേക്ക്, ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വളരെ ഉയരത്തിലേക്ക് പറന്നു പോവുകയാണ്. എലിസൻഡ ലെറ്റ് ഔട്ട് എ സൈ ഓഫ് റിലീഫ്. എലിസൻഡയ്ക്ക് വളരെയധികം ആശ്വാസമായി. അതുകൊണ്ട് തന്നെ അവളൊരു നെടുവീർപ്പിട്ടു. സൈ എന്ന് പറഞ്ഞാൽ നെടുവീർപ്പിട്ടു. സൈ ഓഫ് റിലീഫ് ആയിരുന്നു, അവൾക്കൊരു ആശ്വാസമായിരുന്നു. ഫോർ ഹെർസെൽഫ് ആൻഡ് ഫോർ ഹിം. എലിസൻഡയ്ക്ക് മാത്രമല്ല, പെലായോയ്ക്കും അതൊരു ആശ്വാസം തന്നെ ആയിരിക്കാം. കാര്യം ഇത്രയും നാള് അവർക്ക് പൈസയൊക്കെ ഉണ്ടാക്കി കൊടുത്തെങ്കിലും അവർക്ക് എന്നും ഒരു ഭാരം തന്നെയായിരുന്നു ഈ ഒരു ഓൾഡ് മാൻ. വെൻ ഷീ വാച്ച്ഡ് ഹിം പാസ് ഓവർ ദ ലാസ്റ്റ് ഹൗസസ്,
അവൾ അവിടെ നിന്നുകൊണ്ട് തന്നെ ആ കാഴ്ച കണ്ടുകൊണ്ടിരുന്നു, ഈ ഒരു ഏഞ്ചൽ പറന്ന് പോകുന്നത്. അങ്ങനെ ആ ഒരു ഓരോ വീടുകളുടെ മുകളിലൂടെയും ഈ ഒരു ഏഞ്ചൽ ഇങ്ങനെ പറന്നു പോകുന്നതും ലാസ്റ്റ് വീട് വരെ അവൾ നോക്കി നിന്നു. He was holding himself up in some way with the risky flapping of a senile vulture. ഒരു വയസ്സായ കഴുകൻ എങ്ങനെയാണ് തന്റെ ചിറകുകൾ വിടർത്തി പറന്നുയരുന്നത്, അതുപോലെയാണ് ആരെ കണ്ടത്? ഈ ഒരു ഓൾഡ് ഏഞ്ചലിനെ നമ്മുടെ എലിസന്റെയും കണ്ടത്. ഓക്കെ, ഹി വാസ് ഹോൾഡിംഗ് ഹിംസെൽഫ് അപ്പ് ഇൻ സം വേ. ഷീ കെപ്റ്റ് വാച്ചിങ് ഹിം ഈവൻ വെൻ ഷി വാസ് ത്രൂ കട്ടിംഗ് ദ ഓണിയൻസ്. അവള് ഉള്ളി അരിഞ്ഞുകൊണ്ട് തന്നെ ആരെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു? ഈ പറന്നു പോകുന്ന ഏഞ്ചലിനെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. ഷീ കെപ്റ്റ് ഓൺ വാച്ചിങ് അണ്ടിൽ ഇറ്റ് വാസ് നോ ലോങ്ങർ പോസിബിൾ ഫോർ ഹെർ ടു സീ ഹിം. ആ ഒരു ഏഞ്ചൽ അപ്രത്യക്ഷമാകുന്നത് വരെയും അവൾ എന്ത് ചെയ്തു? വാച്ചിങ് തുടർന്നുകൊണ്ടേയിരുന്നു, നോക്കിക്കൊണ്ട് തന്നെയാണ് അവൾ ജോലി ചെയ്യുന്നത്. ഹി വാസ് നോ ലോങ്ങർ ആൻ അനയൻസ് ഇൻ ഹെർ ലൈഫ് ബട്ട് ആൻ ഇമാജിനറി ഡോട്ട് ഓൺ ദി ഹൊറിസൺ ഓഫ് ദി സീ. ഹി വാസ് നോ ലോങ്ങർ ആൻ അനയൻസ് ഇൻ ഹെർ ലൈഫ്. ഇനി ഒരിക്കലും അവളുടെ ജീവിതത്തിലേക്ക് ഒരു ശല്യമായിട്ട് ആ ഒരു ഓൾഡ് ഏഞ്ചൽ ഉണ്ടാവില്ല. ബട്ട് ആൻ ഇമാജിനറി ഡോട്ട് ഓൺ ദി ഹൊറിസൺ ഓഫ് ദി സീ. ഇപ്പോൾ അവൾ അവിടെ നിന്ന് നോക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് ഈ ഏഞ്ചൽ പറന്ന് പല വീടുകളുടെയും മുകളിലൂടെ പറന്ന് ആൾട്ടിറ്റ്യൂഡിലേക്ക്, ആകാശത്തിന്റെ ഉയരങ്ങളിലേക്ക് പറന്നു പോയതിനു ശേഷം അങ്ങ് ഹൊറിസോണിൽ അങ്ങേ അറ്റത്ത് ഒരു ഡോട്ട് പോലെ, ഒരു ഇമാജിനറി ഡോട്ട് പോലെയാണ് ഈ ഒരു ഓൾഡ് മാനെ അവൾ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇത്രയുമുള്ളൂ ഈ ഒരു ഷോർട്ട് സ്റ്റോറി. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു, ഗബ്രിയൽ ഗാർഷ്യ മാർക്യൂസ് എന്ന് പറയുന്നത് was a Colombian novelist and one of the greatest writers of the 20th century. He was awarded the Nobel Prize for Literature in 1982. His notable works are Love in the Time of Cholera, Non Writes the Colonel, and 100 Years of Solitude. He is one of the best-known Latin American writers of our time. ഓക്കെ, ഇനി ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ മാജിക്കൽ റിയലിസത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് റിയൽ ആയിട്ട് നടക്കുന്ന സിറ്റുവേഷനിൽ, റിയൽ ആയിട്ട് നടക്കുന്ന ഇൻസിഡൻസ് ആണ് നമ്മുടെ പെലായുടെ എലിസന്റെയുടെ ലൈഫിലുള്ളത്. അതിലേക്കാണ് സൂപ്പർ നാച്ചുറൽ എലമെന്റ് ആയിട്ടുള്ള ഓൾഡ് ഏഞ്ചലിന്റെ കടന്നുവരവ്. അതുപോലെ തന്നെ സ്പൈഡർ വുമൺ. ഓക്കെ, അപ്പൊ സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് ഇതിനകത്ത് ഒരുപാടുണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓൾഡ് ഏഞ്ചല്, സ്പൈഡർ വുമൺ, പിന്നെ ആ കുട്ടിയുടെ രോഗം മാറുന്നത്, കുറച്ച് അധികം വിശ്വാസങ്ങൾ, ഇതെല്ലാം സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് ആണ്. ഇനി അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് തീംസ് വരുന്നുണ്ട്. എന്തൊക്കെ തീംസ് ആണ് വരുന്നത്? സൂപ്പർ നാച്ചുറലിസം ഒരു തീമാണ്, പേഷ്യൻസ് ക്ഷമ എന്ന് പറയുന്നത്, ഫെയ്ത്ത് വിശ്വാസം എന്ന് പറയുന്നത്, പിന്നെ ഫ്രീഡം, ആ ഒരു ഏഞ്ചൽ അവിടെ നിന്ന് ഫ്രീ ആയിട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്, അപ്പോൾ ആ ഒരു ഫ്രീഡം, പിന്നെ ക്രൂവൽറ്റി, ചുറ്റുമുള്ള മനുഷ്യരായ ഏഞ്ചലിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന അവര് സർക്കസ് അനിമലിനെ പോലെ ആ ഒരു ഏഞ്ചലിനെ ട്രീറ്റ് ചെയ്യുന്നത് അവരുടെ ഒരു ക്രൂവൽറ്റിയാണ്. അപ്പോൾ ക്രൂവൽറ്റിയും ഇതിനകത്തൊരു തീമാണ്. പിന്നെ മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ ധർമ്മം, പലതരത്തിൽ ആ ഒരു ഹ്യൂമൻ ബീങ് ആയിട്ട് കൂടി ആ ഒരു ഓൾഡ് മാനോട് ഒരു ദയ ഇവർ കാണിക്കുന്നില്ല. അപ്പോൾ അവരുടെ ആ ഒരു മൊറാലിറ്റിയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. മൊറാലിറ്റി, അവർ മോറലായിട്ട് ബിഹേവ് ചെയ്യുന്നില്ല. പിന്നെ ഈ ഒരു സൂപ്പർ നാച്ചുറൽ എലമെന്റ് ആയിട്ടുള്ള ഓൾഡ് മാൻ അവിടെ വന്നെത്തിയപ്പോഴേക്കും അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രോസ്പിരിറ്റി ഉണ്ടായി. അപ്പോൾ പ്രോസ്പിരിറ്റിയും ഇതിലെ ഒരു എലമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിനകത്ത് തീം.